Hello, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് ഒരു 5 ചോദ്യങ്ങൾ. നമ്മൾ ഒത്തിരി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട് അല്ലെ. റെലവെന്റ് ഏരിയാസ് എന്ന് പറഞ്ഞ് ചില ഏരിയാസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസും കൂടെ ആ ഒരു കൂട്ടത്തിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്തു പോയാലോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് ഓഫ്കോഴ്സ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിൽ നിന്ന് തന്നെയാണ്. ഇനി ചെറിയ എക്സ്പ്ലനേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പ്ലനേഷൻ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. What is the significance of the Moors in Emily Bronte's Wuthering Heights? Explanatory ടൈപ്പിലാട്ടോ ഞാൻ ഇതിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നിർണായകം തന്നെയാണ് HSST ഇംഗ്ലീഷിന്. ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ ഒരു റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ, അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസും കൂടെ നമ്മുടെ പഠനത്തിലേക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഏതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്നൊക്കെ നമുക്ക് അപ്പോൾ മനസ്സിലാക്കി എടുക്കാമല്ലോ അല്ലെ. അപ്പൊ എന്ത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അതുമായിട്ട് ബേസ് ചെയ്ത് മാക്സിമം കാര്യങ്ങൾ ഇങ്ങ് കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. അത് ഏറ്റവും പ്രാധാന്യം തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു PSC പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഏത് കോർണേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, ഈ വിതറിംഗ് ഹൈറ്റ്സ്, എമിലി ബ്രോണ്ടയുടെ വിതറിംഗ് ഹൈറ്റ്സിനകത്തില് മൂർസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കിക്കേ. മൂർസ് വാസ് എ വൈൽഡ് അൺടേംഡ് ബാക്ക്ഡ്രോപ്പ്. കഥയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള വരികളൊക്കെയാണ് കേട്ടോ. ഓക്കെ, that reflects the intense, passionate and often chaotic emotions of the central characters അല്ലെ, particularly Heathcliff and Catherine. ഇത് പഠിപ്പിച്ചപ്പം ഓക്കെ, ഞാൻ വീഡിയോ ലെസൺസിലായാലും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മോഹൻലാലിന്റെ രസതന്ത്രം എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് അല്ലെ. അതിനകത്ത് ഇന്നസെന്റ് സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഒരു മൂർസിലേക്ക് അല്ലെ, ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറെ സത്യങ്ങൾ പറയാനുണ്ടെന്ന് അല്ലെ. അതായത് മറ്റാരും കേൾക്കാൻ പാടില്ല, എനിക്ക് എന്താ പറയാ, പ്രകൃതി ഇത് കേൾക്കുന്നുണ്ടോ, എനിക്ക് കുറെ സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ടുണ്ട്, കേൾക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തെ രംഗങ്ങൾ, ആ സീനൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലെ. ആ സമയത്ത് 2 ഗാർഡ്സ് നമ്മുടെ ഇന്നസെന്റിന്റെ നേരെ ടോർച്ച് ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആരാണെന്നുള്ള രീതിയിൽ അന്ന് ആ വ്യക്തിയെ മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതേ ആ രംഗം ഒന്ന് ആലോചിച്ചേ. അത് തന്നെയാണ് വിതറിംഗ് ഹൈറ്റ്സിലും പലപ്പോഴും നടക്കുന്നത്. വിഷമം വരുന്ന സമയങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ മൂർസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ വിജനമാണ്. അതായത് വേറെ ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. ഇവരുടെ കോട്ടേജുകൾ 2 ഉണ്ട് അല്ലെ. അതായത് ഈ വിതറിംഗ് ഹൈറ്റ്സിൽ തന്നെ 2 കോട്ടേജസ് ഉണ്ട്. ഈ 2 കോട്ടേജ് കൂടാതെ വേറെ പ്ലേസസ്, വേറെ ചെറിയ ചെറിയ വീടുകളൊന്നും അവിടെ വരുന്നില്ല. വളരെ വിജനമായി കിടക്കുന്ന സ്ഥലമാണ്, മൂറാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പിന്നീട് സാധിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഡെസേർട്ടഡ് ആയിട്ടും അതുപോലെ തന്നെ എന്നാ ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ വരുന്ന ഒരു സ്ഥലം. ഓക്കെ, 2 വരുന്നുണ്ട്. ഇന്റൻസ് ഹോട്ട് ആണ്, അതുകൊണ്ട് ഡെസേർട്ടഡ് ആണെന്ന് പറയാം. കാട് നിറഞ്ഞതായതുകൊണ്ട് തന്നെ വി ക്യാൻ കോൾ ഇറ്റ് ഓൾസോ ദ replica of a forest. Okay, so the moor serves as wild അല്ലെ, വൈൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പെർട്ടിക്കുലർലി ഹെത്ക്ലിഫിന്റെയും കാത്രീന്റെയും ഒക്കെ മാനസിക അവസ്ഥയാണ് നമുക്ക് ഈ മൂറിലൂടെ കാണാൻ സാധിക്കുന്നത്. അവരും ആകെ കൺഫ്യൂസ്ഡ് ആണ്. They symbolize a sense of freedom and a natural unrestricted life. Okay, contrasting sharply with the confinement and societal restrictions of Wuthering Heights house and the more conventional Thrushcross Grange. 2 കോട്ടേജ് ഉള്ളത്. ഒന്നിന്റെ പേര് വിതറിംഗ് ഹൈറ്റ്സ് എന്നും ഒന്നിന്റെ പേര് Thrushcross Grange എന്നും കേട്ടോ. അപ്പൊ ഈ 2 കോട്ടേജുകളിലാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ, ഈ ഒരു പ്രധാന നോവലിൽ കാണുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ റിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലമാണ്, അവരുടെ റെസിഡൻസ് ആണ്. ഓക്കെ, സോ അപ്പം ഈ മൂർ എന്ന് പറയുന്നത് എന്താ പറയാ, റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതിന്റെ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. കാരണം വളരെ വിജനമായി ഒരുപാട് ഹെക്ടേഴ്സിലും എക്കേഴ്സിലും ആയിട്ടൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ചാൽ അത് കണ്ടു തീർക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ അത്രയും ഫ്രീഡം അവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് ഈ മൂർസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് മൂറിലേക്ക് ഓടിപ്പോകുന്നത്. The Moors are integral to the identity of the protagonist, who feels a deep, almost spiritual connection to the landscape. Okay, so അതാണ് മൂർസിന്റെ പ്രത്യേകത. അടുത്ത ചോദ്യം നോക്കിക്കേ. ഈ പറയുന്ന വർക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എടുത്ത് പഠിക്കണേ. കാരണം നമുക്ക് വേണ്ട വർക്ക്സ് തന്നെയാണ് കേട്ടോ. മുൻകാല ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയാസും കൂടെയാണ്. In Harold Pinter's play,
what dramatic tradition is he primarily associated with? Okay, ഹെറോൾഡ് പിന്റർ തന്റെ നാടകങ്ങളിൽ കൊടുക്കാറുള്ള ഡ്രാമാറ്റിക് ട്രഡീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹെറോൾഡ് പിന്റേഴ്സ് പ്ലേസ് ആർ ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് ദ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവിനെ നമുക്കറിയാം, സാമുവൽ ബെക്കറ്റ് അല്ലെ. അതായത് വെയിറ്റിംഗ് ഫോർ ഗോദോ ഒക്കെ എഴുതിയിട്ടുള്ള ബെക്കറ്റും തിയേറ്റർ ഓഫ് അബ്സേർഡ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസ്റ്റിക് ഐഡിയാസിന്റെ പ്രോപ്പണന്റ് ആണ്. ഓക്കെ, key characteristics include a focus on the breakdown of communication, the use of silence and pauses known as Pinter pauses. Okay, അപ്പോൾ പിന്ററിന്റെ നാടകങ്ങളിൽ വരുന്ന ചെറിയ ഷോർട്ട് ഗ്യാപ്പുകളും അതുപോലെ തന്നെ സ്റ്റോപ്സും ഒക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് പിന്റർ പോസസ് എന്നാണ് കേട്ടോ. പിന്റർ പോസസ് ആൻഡ് എ സെൻസ് ഓഫ് മെനാക് ഓർ അണീസ് ലർക്കിംഗ് ബിനീത്ത് സീമിംഗ്ലി ഓർഡിനറി ഡയലോഗ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ പിന്ററിന്റെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്മോൾ സ്റ്റോപ്സ് അറിയപ്പെടുന്നത് പിന്റേഴ്സ് പോസ് എന്നുള്ള പേരിലാണ്. Who is the protagonist in T.S. Eliot's seminal poem The Wasteland? Okay, T.S. Eliotന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1922 ലോങ് പോം ആയ 5 പാർട്ടുകളുള്ള കവിതയായ വേസ്റ്റ്ലൻഡിലെ പ്രോട്ടഗോണിസ്റ്റ് ആരാണ്? Okay, the protagonist is widely considered to be Tiresias, the blind prophet from Greek mythology. Okay, ഗ്രീക്ക് ഐതിഹ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള തെരേസ്യസ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെയാണ് നമ്മൾ ഇതിന്റെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കഥാപാത്രങ്ങളൊക്കെ മാറി മറിയാറുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും ശരിക്കുള്ള പ്രോട്ടഗോണിസ്റ്റ് ആരാണെന്ന്. അതുകൊണ്ട് ആ ഒരു പേര് നോട്ട് ചെയ്തോണേ. ഓക്കെ, തെരേസ്യസ് ഈസ് യൂണിഫൈങ് ഫിഗർ ഹു ഹാസ് suffered all, and through whose eyes the fragmented, desolate modern world depicted in the poem is absurd. Okay, അപ്പൊ തെരേഷ്യസ് എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ലോകത്തിനെ വീക്ഷിക്കുന്നത്? മോഡേൺ വേൾഡിൻ്റെതായിട്ടുള്ള പല ഫാന്റസീസ് ഉണ്ട്, അതുപോലെ തന്നെ പല അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, ക്യാotic സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ നമ്മുടെ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് വിറ്റ്നസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫേമസ് പോമിൽ നമ്മൾ കാണുന്നത്. Okay, he is an observer of both male and female experiences. Okay, അപ്പം ഒരു ന്യൂട്രൽ ഐഡിയ ആണ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എക്സ്പീരിയൻസസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു വീക്ഷിക്കുന്ന ആൾ, കീൻ ഒബ്സർവർ ആയിട്ടാണ് നമ്മൾ തെരേഷ്യസിനെ കാണുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ 4ാമത്തെ ചോദ്യമാണ്. അപ്പൊ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ആയി അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Identify the figure of speech in John Donne's line, "No tear floods." Okay, nor side tempest move. എന്തായിരിക്കും ഈ വരി കൊണ്ട് നമ്മുടെ ഡൺ ഉദ്ദേശിച്ചത്? ഡണ്ണ് എഴുതിയ വരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, ഡൺ ഒരു മെറ്റാഫിസിക്കൽ പോയിന്റ് ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളെയും സയന്റിഫിക് വ്യൂ പോയിന്റിൽ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സയന്റിഫിക് ലെൻസ് ഉപയോഗിച്ച് തന്നെ വേണം നിങ്ങൾ ഡണ്ണിന്റെ കവിതകളെയും ഡൺ എഴുതിയിട്ടുള്ള വരികളെയൊക്കെ വീക്ഷിക്കാനായിട്ട്. മെറ്റാഫിസിക്കൽ പോയിന്റ് ആണ്, അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ കൺസൈറ്റ്സ് ആണ് തന്റെ റൈറ്റിംഗിലൂടെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദ പ്രൈമറി ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഹൈപ്പർബോളെ. എക്സാജറേഷൻ ആട്ടോ, കുറച്ച് ഹൈപ്പിൽ പറഞ്ഞു എന്ന് പറയത്തില്ലേ, അതാണ് എക്സാജറേഷൻ എന്ന് പറഞ്ഞ. ദ ടേംസ് ടിയർ ഫ്ലഡ്സ്. ഓക്കെ, എങ്ങനെ ഈ കണ്ണുനീര് ഫ്ലഡ് പോലെ ആവുന്നത്? അങ്ങനെ ഫ്ലഡ് പോലൊന്നും ആവില്ല, പക്ഷെ നമ്മൾ പറയാണ് അല്ലെ, കരഞ്ഞ് കരഞ്ഞ് കടൽ പോലെ ആക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊരു ഹൈപ്പർബോളയാണ്, എക്സാജറേഷൻ ആണ്. Side tempests are excessive exaggerations of normal human expressions of grief, tear and sigh. ഇല്ലേ, വിഷമം എന്ന് കാണിക്കാനുള്ള, ഗ്രീഫ് എന്ന് കാണിക്കാനുള്ള എക്സ്പ്രഷൻസ് ആണ്. Used to emphasize the depth of the speaker's emotion in metaphysical style. Okay, മെറ്റാഫിസിക്കൽ കൺസൈറ്റ് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ റൈറ്റർ എത്രത്തോളം പ്രാപ്തനായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. അടുത്തത്, which character in William Golding's Lord of the Flies embodies reason and common sense? Okay, റീസന്റെയും കോമൺ സെൻസിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയാ വില്യം ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറയുന്ന ലിറ്റററി വർക്കിൽ കൺസിഡർ ചെയ്യുന്ന കഥാപാത്രമാണ് പിഗി. ഓക്കെ, പിഗി. അപ്പം പിഗി consistently advocates for order, rules and logic, often carrying the conch and suggesting practical solutions like building shelter and maintaining a signal life. His glasses symbolize clarity and intelligence. അല്ലെ, ശരിക്കും പറഞ്ഞാൽ കാഴ്ചയ്ക്കൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആളാണെങ്കിൽ പോലും പിഗി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടൊക്കെ ഡിസിഷൻസ് എടുക്കാനൊക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസിനകത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും നോക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇതിനെ ഒന്ന് സൂക്ഷിക്കാൻ സാധിക്കും. ഈ 5 ചോദ്യങ്ങൾ വളരെ നിർണായകമാണ്. നമുക്ക് മുൻകാലങ്ങളിൽ HSST ഇംഗ്ലീഷിന് ചോദ്യം വന്നിട്ടുള്ള ഏരിയ കൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ 5 ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് മനസ്സിലായി, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. കാരണം നമുക്ക് ഡയറക്റ്റിലുപരി ഇനിയിപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകാനായിട്ട് പാടില്ല, കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.